വെൽക്കം ടു ദ വീഡിയോ. നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ KSRTC മൂന്നാറിലേക്ക് ഏതൊക്കെ ഡിപ്പോയിൽ നിന്ന് ആണ് ഓഗസ്റ്റ് മാസം 2024 ഓഗസ്റ്റ് മാസം ട്രിപ്പ് ചാർട്ട് ചെയ്തിരിക്കുന്നത് നോക്കാം. മൂന്നാർ നമുക്കറിയാം, ഈ ഒരു സമയത്ത് പോകാൻ പറ്റിയ ഒരു സ്ഥലമാണ്. അപ്പോൾ മൂന്നാറിലേക്ക് KSRTC ഏതൊക്കെ ഡിപ്പോയിൽ നിന്നാണ് ചാർട്ട് ചെയ്തിരിക്കുന്നത് നോക്കാം. ഓഗസ്റ്റ് 1-ാം തീയതി മൂന്നാർ ഡിപ്പോയിൽ നിന്ന് തന്നെ ഒരു മൂന്നാർ സൈറ്റ് സീയിങ്, അതായത് ടോപ്പ് സ്റ്റേഷനെ കണക്ട് ചെയ്തുകൊണ്ടുള്ള സൈറ്റ് സീയിങ് പാക്കേജ് ഉണ്ട്. ഫാസ്റ്റ് പാസഞ്ചർ ബസ്സാണ്, 50 സീറ്റ്സ് ആണ്. ഈ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ ഇൻഫർമേഷൻ ലഭിക്കും. ഓരോ ട്രിപ്പിന്റെ നേരെ ഞാൻ കോൺടാക്ട് ചെയ്യുന്ന നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ മൂന്നാർ ഡിപ്പോയിൽ നിന്നാണ് ഈ ട്രിപ്പ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. മൂന്നാർ എത്തിയാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു സൈറ്റ് സീയിങ് സർവീസ് എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് അല്ലാതെ പോകുന്ന ബസ്സുകളുണ്ട്. ഇപ്പോൾ താമരശ്ശേരി ഓഗസ്റ്റ് 2-ാം തീയതി ട്രിപ്പ് ചാർട്ട് ചെയ്യുന്നത്. അത് ഡയറക്റ്റ് മൂന്നാർ പോയി സൈറ്റ് സീയിങ് ചെയ്യുന്ന ബസ്സാണ്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയും പോവാം. മൂന്നാർ ഒന്നുമില്ല, ഡയറക്റ്റ് ആയിട്ട് മൂന്നാർ വേറെ ബസ്സുകളിൽ പോയിട്ട് സൈറ്റ് സീയിങ് സർവീസ് എടുക്കുക. അല്ലെങ്കിൽ മൂന്നാർ ഡയറക്റ്റ്ലി ഏതെങ്കിലും നിങ്ങളുടെ അടുത്തുള്ള ഡിപ്പോയിൽ നിന്ന് ഉള്ള മൂന്നാർ പാക്കേജിൽ കണക്ട് ചെയ്ത് പോവാം. അപ്പോൾ താമരശ്ശേരി ഡിപ്പോയിൽ നിന്ന് ഓഗസ്റ്റ് 2-ാം തീയതിയാണ് മൂന്നാർ ട്രിപ്പ് ഉള്ളത്. സൂപ്പർ ഡീലക്സ് ബസ്സാണ്, 39 സീറ്റ്സ് ആണുള്ള. ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. കോഴിക്കോട് ഡിപ്പോയിൽ നിന്ന് ഓഗസ്റ്റ് 3-ാം തീയതി മൂന്നാർ ട്രിപ്പ് ചാർട്ട് ചെയ്തിട്ടുണ്ട്. ഓഗസ്റ്റ് 4-ാം തീയതി മൂന്നാർ ഡിപ്പോയിൽ നിന്ന് തന്നെ മൂന്നാർ സൈറ്റ് സീയിങ് ട്രിപ്പ് ഉണ്ട്. ഓഗസ്റ്റ് 6-ാം തീയതി മൂന്നാർ ഡിപ്പോയിൽ നിന്ന് മൂന്നാർ സൈറ്റ് സീയിങ് സർവീസ് ഉണ്ട്. ഓഗസ്റ്റ് 7-ാം തീയതി മൂന്നാർ ഡിപ്പോയിൽ നിന്ന് മൂന്നാർ സൈറ്റ് സീയിങ് സർവീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 8-ാം തീയതിയും ഉണ്ട്. 10-ാം തീയതി കൊല്ലം ഡിപ്പോയിൽ നിന്നാണ് മൂന്നാർ ട്രിപ്പ് ചാർട്ട് ചെയ്തിരിക്കുന്നത്, മൂന്നാർ ടൂർ ട്രിപ്പ് ഉള്ളത്. 10-ാം തീയതി തന്നെ തിരുവല്ല ഡിപ്പോയിൽ നിന്ന് മൂന്നാർ ടൂർ പാക്കേജ് ഉണ്ട്. വെഞ്ഞാറമൂട് ഡിപ്പോയിൽ നിന്ന് ഓഗസ്റ്റ് 10-ാം തീയതി ടൂർ പാക്കേജ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ട്രിവാൻഡ്രത്തുള്ളവർക്ക് ആ ഒരു പാക്കേജിൽ കണക്ട് ചെയ്ത് പോകാൻ പറ്റും. ചാലക്കുടി ഡിപ്പോയിൽ നിന്ന് ഓഗസ്റ്റ് 11-ാം തീയതിയാണ് മൂന്നാർ പാക്കേജ് ഉള്ളത്. ഓഗസ്റ്റ് 13-ാം തീയതി മൂന്നാർ ഡിപ്പോയിൽ നിന്ന് തന്നെ മൂന്നാർ സൈറ്റ് സീയിങ് സർവീസ് ഉണ്ട്. ആറ്റിങ്ങൽ ഡിപ്പോയിൽ നിന്ന് ഓഗസ്റ്റ് 14-ാം തീയതിയാണ് മൂന്നാർ പാക്കേജ് ഉള്ളത്. മൂന്നാർ ഡിപ്പോയിൽ നിന്ന് 14-ാം തീയതി മൂന്നാർ സൈറ്റ് സീയിങ് പാക്കേജ് ഉണ്ട്. 15-ാം തീയതി ഉണ്ട്. 17-ാം തീയതി ഓഗസ്റ്റ് 17-ാം തീയതി കോഴിക്കോട് ഡിപ്പോയിൽ നിന്നാണ് മൂന്നാർ പാക്കേജ് ഉള്ളത്. 17-ാം തീയതി പാലക്കാട് ഡിപ്പോയിൽ നിന്നും മൂന്നാർ പാക്കേജ് ഉണ്ട്. വൈക്കം ഡിപ്പോയിൽ നിന്ന് ഓഗസ്റ്റ് 17-ാം തീയതി മൂന്നാർ പാക്കേജ് ചാർട്ട് ചെയ്തിട്ടുണ്ട്. പത്തനംതിട്ട ഡിപ്പോയിൽ നിന്ന് ഓഗസ്റ്റ് 18-ാം തീയതി മൂന്നാറിലേക്ക് ട്രിപ്പ് ചാർട്ട് ചെയ്തിട്ടുണ്ട്. മൂന്നാർ ഡിപ്പോയിൽ നിന്ന് മൂന്നാർ സൈറ്റ് സീയിങ് സർവീസ് ഉണ്ട് 20-ാം തീയതി. 21-ാം തീയതി ഉണ്ട്. 23-ാം തീയതി പ്ലാൻ ചെയ്തിട്ടുണ്ട്. 23-ാം തീയതി തന്നെ താമരശ്ശേരി ഡിപ്പോയിൽ നിന്ന് ഒരു മൂന്നാർ പാക്കേജ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. കൊല്ലം ഡിപ്പോയിൽ നിന്ന് ഓഗസ്റ്റ് 24-ാം തീയതി ഒരു മൂന്നാർ ടൂർ പാക്കേജ് ഉണ്ട്. വെഞ്ഞാറമൂട് ഡിപ്പോയിൽ നിന്നും ഓഗസ്റ്റ് 24-ാം തീയതി മൂന്നാർ ടൂർ പാക്കേജ് ഉണ്ട്. 25-ാം തീയതി മൂന്നാർ ഡിപ്പോയിൽ നിന്ന് തന്നെ മൂന്നാർ സൈറ്റ് സീയിങ് പാക്കേജ് ഉണ്ട്. ചടയമംഗലം ഡിപ്പോയിൽ നിന്ന് ഓഗസ്റ്റ് 25-ാം തീയതിയാണ് മൂന്നാർ ടൂർ പാക്കേജ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. കണ്ണൂർ ഡിപ്പോയിൽ നിന്ന് ഓഗസ്റ്റ് 30-ാം തീയതി മൂന്നാർ പാക്കേജ് ഉണ്ട്. മൂന്നാർ ഡിപ്പോയിൽ നിന്ന് മൂന്നാർ സൈറ്റ് സീയിങ് സർവീസും അന്ന് തന്നെ ഉണ്ട്. ഓഗസ്റ്റ് 13th തന്നെ ഉണ്ട്. ഓഗസ്റ്റ് 31-ാം തീയതി കോഴിക്കോട് ഡിപ്പോയിൽ നിന്നാണ് മൂന്നാർ ടൂർ പാക്കേജ് ഉള്ളത്. അപ്പോൾ നിലവിൽ ഇത്രയും ട്രിപ്സ് ആണ് മൂന്നാറിലേക്ക് അല്ലെങ്കിൽ മൂന്നാർ സൈറ്റ് സീയിങ് കണക്ട് ചെയ്യുന്നുണ്ട് KSRTC നിലവിൽ ചാർട്ട് ചെയ്തിരിക്കുന്ന ടൂർ പാക്കേജുകൾ ഓഗസ്റ്റ് മാസത്തിൽ. അപ്പോൾ ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് ഞാൻ ഈ ചാനലിലൂടെ ഷെയർ ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ നിങ്ങൾ ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.